ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ഗെയിമാണ്. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണോ വെയിറ്റ് ചെയ്യേണ്ടത്, എന്ത് കാര്യമാണ് നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്നത്, ഒരു സക്സസിന് വേണ്ടി നിങ്ങൾ അത് ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ പല കാര്യങ്ങളും, അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം സമാധാനത്തോടു കൂടി ഇരിക്കൂ എന്നുള്ളതാണ്, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് ക്ഷമയാണ്. ആദ്യത്തെ നമുക്ക് കാർഡ് വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ഗെയിമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ഇവിടെ തരണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് മറ്റുള്ളവർക്ക് കടക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ട് വരികയാണ്. നിങ്ങൾക്ക് ചുറ്റും ആൾക്കാർ നിരന്നിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സാമ്പത്തികം നിങ്ങൾ ആരോടെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കുന്നില്ലായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങളാവാം. അതുപോലെ ചിലപ്പോൾ ജോലി സംബന്ധമായ ചില കാര്യങ്ങളാവാം. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ആക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അതിനെ തടയുകയാണ് ചെയ്യുന്നത്. വന്ന് ചേരുന്ന ഈ ഒരു വിവാദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടി എടുക്കാം. എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാവേ. നിങ്ങൾ ചിലപ്പോൾ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടി ചിലപ്പോൾ ഫിനാൻസ് പരമായ കാര്യങ്ങളിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാവാം. എന്തായാലും ശരി, നിങ്ങൾക്ക് ലവ് സംബന്ധിച്ച കാര്യമായാലും അല്ലെങ്കിൽ പ്രണയപരമായ കാര്യമായാലും അതുമല്ല നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളായാലും ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വെയിറ്റിംഗ് ഗെയിമാണ്, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് പാഷൻ ഇഗ്നൈറ്റഡ് ആണ്. എന്തോ ആവേശം ആളിക്കത്തുകയാണ്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്, അഭിനിവേശമാണ്. നിങ്ങൾക്കിത് നേടിയേ പറ്റൂ എന്നുള്ള അഭിനിവേശത്തോടു കൂടി നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ അഭിനിവേശം നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണോ ഒന്ന് നോക്കാം. നമുക്ക് 1 ആണ് വന്നിരിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ വെയിറ്റിംഗിലാണ് എന്നാണ് കാണുന്നത്.
ടോർണമെന്റ് ആണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. സാമ്പത്തിക പരാജയം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പിൽ പരാജയം വന്നിട്ടുണ്ടാവാം. അത് വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആവേശത്തോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, കണ്ടില്ലേ? പെന്റക്കിളായാലും സാമ്പത്തികപരമായ കാര്യമാണ്. ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആവേശം കാണിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഹോപ്പാണ് വന്നിരിക്കുന്നത്, ഒരു പ്രതീക്ഷയാണ്. നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഇവിടെ എല്ലാം വന്നിരിക്കുന്നതാണ്. കാത്തിരിപ്പിൻ്റെതായ കാർഡാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പല കാര്യങ്ങൾക്കും കാത്തിരിപ്പുണ്ട്, അല്ലേ? അപ്പൊ ഈ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ഇരിക്കൂ. നിങ്ങൾക്കിവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് കാണുന്നത്. ആവേശം ഇവിടെ ആളിക്കത്തുന്നുണ്ട്. ക്ഷമ വേണം. തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തുടക്കം കുറിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടി ക്ഷമിക്കൂ. അത് ഏത് കാര്യമായാലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ആവേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്, അതിനുവേണ്ടി നിങ്ങൾക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്, നിങ്ങൾക്ക് കാത്തിരിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഫുൾ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്, കണ്ടല്ലേ? അവിടെ നല്ലൊരു തുടക്കത്തിലേക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക്. ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തൂ. ആവേശത്തോടുകൂടി മുന്നോട്ട് വരൂ. ഇവിടെ നിങ്ങൾക്ക് ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലായി? ഇവിടെ നമുക്ക് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള ഒരു വിശ്വാസം, നല്ല പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാനും കഴിയും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സക്സസ് ആണ്, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്, ആഗ്രഹ സഫലീകരണം നടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കണമെങ്കിൽ ഇവിടെ 9 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 9 months ഒക്കെ, 9 days അല്ലെങ്കിൽ 9 months ഒക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 months കാര്യം ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി പേഷ്യൻസോടുകൂടി ഇരിക്കൂ എന്നും പറയുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം, കണ്ടില്ലേ? സമ്പത്തിൻ്റെതായ ഒരു രാജാവാകാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഇവിടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ രാജാവാകാൻ സാധിക്കുന്നു എന്നും വന്നിട്ടുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ച് മുന്നോട്ട് വരൂ എന്നാണ് കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നാണ് കാണുന്നത്. 5 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ആർഗ്യുമെന്റ്സ്. തീർച്ചയായിട്ടും ഇവിടെ മത്സര പരീക്ഷകളിൽ ഏർപ്പെടാൻ പോകുന്നുണ്ട് നിങ്ങൾ, അല്ലേ? ഇത്തരത്തിലുള്ള ഒരു മത്സര പരീക്ഷകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ്. നിങ്ങൾക്ക് എനിക്ക് ജയിക്കണം അങ്ങനെയുള്ള വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരാൻ കഴിയും. റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അംഗീകാരമുള്ളത്, അതായത് നിങ്ങളെ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പ്രശസ്തി പത്രമൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കാൻ പോകുന്നു. മനസ്സിലായി? നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ദൈവാനുഗ്രഹമാണ്. 3 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ നമ്പർ, അതായത് വ്യാഴാനുഗ്രഹമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങളുടെ അർഹതയ്ക്ക് അനുസരിച്ചുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ്സ് ആണ് പലയിടത്തും. ഇവിടെ ഇന്ന് 2 കാർഡ് വന്നിട്ടുണ്ട്. ടാരോ കാർഡ്സ് വന്നിട്ടുണ്ട്, ഫുൾ കാർഡ്. അതും ഒരു തുടക്കമാണ്. ഇവിടെ ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നു. പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പോകാൻ സാധിക്കുന്നു. പല കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം. അതിനു വേണ്ടി മാത്രം നിങ്ങൾ കുറെ കാലം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടാവാം. ഇനി അതുമല്ല, പുതിയൊരു ജോലിയിലേക്കാവാം, അതിനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാവാം. അതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറയുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ നല്ലൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു ജോബിലേക്കായിരിക്കാം, പുതിയൊരു ജീവിതത്തിലേക്ക്. പുതിയൊരു ജോലി കിട്ടിയാൽ തന്നെ പുതിയൊരു ജീവിതമായില്ലേ?
അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ വാങ്ങിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീട് സ്വന്തമാക്കാനായിരിക്കാം. എന്തായാലും നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്ത് തരത്തിലുള്ള തുടക്കമാണെന്ന് നമുക്കൊന്ന് നോക്കാവേ. 10 ഓഫ് വാൻസ് വന്നിരിക്കുന്നത് കണ്ടല്ലേ. ഇപ്പൊ ഇതുവരെയും നിങ്ങൾ ഏറ്റെടുത്തിരുന്ന ജോലിഭാരം ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുമാകാം, ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുമാകാം. അവിടെയൊക്കെ നിങ്ങൾക്ക് ഭാരം കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളെ എൻഡാക്കാൻ സമയമായിരിക്കുന്നു. അത് നിങ്ങൾ സ്വയം തീരുമാനിക്കുകയാണ്, ഞാനിതിവിടെ എൻഡാക്കുന്നു, ഞാനിവിടെ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു, എനിക്കിനി ഈ ഭാരം ചുമക്കാൻ വയ്യ, അത്രമാത്രം സ്ട്രെസ് അനുഭവിച്ച് ടെൻഷൻ അനുഭവിച്ചാണ് ഞാൻ ഈ ഒരു ജോലിയിൽ തുടർന്നിരുന്നത്, അതുകൊണ്ട് എനിക്കിനി ഇത് വയ്യ, ഇത് ഞാനിവിടെ തീർക്കാൻ പോകുന്നു, എന്നിട്ട് ഞാൻ അടുത്ത ഒരു ജോലിയിലേക്ക് പോകുന്നു, അല്ലാതെ ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെതായ ഭാരങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരു സമയമാവണം. ഇനി അതുമല്ല, റിലേഷൻഷിപ്പിൽ ഒരുപാട് ഭാരം നിങ്ങൾ ചുമന്നിട്ടുണ്ടാവണം, ഒരുപാട് പ്രശ്നങ്ങൾ, മനസമാധാനമില്ലാത്ത ദിവസങ്ങളായിരിക്കണം നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, എനിക്ക് ഇനി ഈ ബന്ധം വേണ്ട, ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു, എന്നിട്ട് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ്, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഫോർ ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ച് പിശുക്ക് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനെ സേവ് ചെയ്യാൻ, ഉള്ളതിനെ സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഉള്ളതിനെ സേവ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് ചിലവാക്കി ബുദ്ധിമുട്ടാതെ, ചിലവാക്കി കഴിയുമ്പോൾ നമുക്ക് പ്രയാസം അനുഭവപ്പെടും, മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട ഗതികേടുണ്ടാവും. അതുകൊണ്ട് ഉള്ളതുപോലെ അതിനെ സേവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങനെ സേവ് ചെയ്യണം, ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. ലാവിഷായിട്ട് പണം ചെലവാക്കരുത് ഇനി മുതൽ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആരെങ്കിലുമൊക്കെ ഇന്ന് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുന്ന എനർജിയാണ്. ഇല്ലേ, കുട്ടികൾ ഒത്തുചേർന്ന് ഫാമിലി സഹിതം നല്ല ഒരു സ്നേഹബന്ധത്തിലൂടെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ, നോ കോണ്ടാക്റ്റിലായിട്ട് ഇരിക്കുന്നവർ ഒത്തുചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷത്തെ തരുന്നതാണെന്ന് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ജീവിതം വളരെയധികം സന്തോഷത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാനാണ്. പല കാര്യങ്ങളിൽ ഇവിടെ തലകീഴായി കിടക്കുകയാണ്, മനസ്സിലായി. ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ബുദ്ധിയുണ്ട്, ചിന്തിക്കുന്നുമുണ്ട്, പക്ഷെ തീരുമാനത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നില്ല. അങ്ങനെയാണല്ലോ നമ്മളും പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കും, മനസ്സ് കുഴങ്ങും, എന്ത് വേണമെന്നറിഞ്ഞുകൂടാതെ, അല്ലെ? അങ്ങനെ ഒരു സാഹചര്യത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിയലൈസ് ചെയ്യാൻ സാധിക്കും, ആ ഒരു കാര്യത്തിന് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഇവിടെ 3 ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടികളാവാം, ചിലപ്പോൾ മാര്യേജ് ഫംഗ്ഷൻ ആവാം, ചിലപ്പോൾ കുട്ടികളുടേതായ പേരിടൽ കാര്യങ്ങളാവാം, ചിലപ്പോൾ പുതിയ വീട് വാങ്ങിച്ചതിന്റെ സന്തോഷമാവാം. അങ്ങനെ ഏത് കാര്യത്തിലായാലും ഇന്ന് ചിലപ്പോൾ ഉല്ലാസയാത്രകൾ, ക്ഷേത്രദർശനം ഒക്കെയും സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവിടെ സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പോസ്റ്റ്പോൺമെന്റ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും ഇന്ന് ചെയ്യാനുള്ളത് നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ട, അങ്ങനെ വിചാരിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കാൻ പാടില്ല. കാരണം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതിനെക്കുറിച്ച് മുൻപേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ട് ഇന്ന് തന്നെ അത് ചെയ്യുക.
മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചെയ്യാനായിട്ട് നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വേറെ ജോലി എന്തെങ്കിലും കാണും നാളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യുക. അല്ലാതെ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. പിന്നത്തേക്ക് നിങ്ങൾ മാറ്റി വെച്ചു പോയാൽ ഒരിക്കലും അത് നടക്കില്ല. പലരും വിചാരിക്കും ഇന്ന് മെഡിറ്റേഷൻ ചെയ്യാം, നാളെ മെഡിറ്റേഷൻ ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. നാളെ വിചാരിക്കുന്നത് എന്താണ്? മറ്റന്നാൾ തൊട്ട് തുടങ്ങാം, നല്ല സമയം നോക്കി ചെയ്യാം. ഇതിനൊരു നല്ല സമയവുമില്ല. നിങ്ങളുടെ മനസ്സാണ് ഇവിടെ പ്രധാനം. നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനാണ് പ്രാധാന്യമുള്ളത്. നിങ്ങൾ ആക്റ്റീവ് ആകണം. മനസ്സിലായോ? അങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. ക്രിയേറ്റിവിറ്റി 2 കാർഡ് വന്നിട്ടുണ്ട്, റിബൽ വന്നിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി, റിബൽ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്കുള്ളിലെ യോദ്ധാവിനെ നിങ്ങൾ പുറത്തെടുക്കൂ. നിങ്ങൾക്കുള്ളിലുണ്ട് ഒരു ശക്തി, നിങ്ങൾക്കുള്ളിലുണ്ട്. ജോലി ചെയ്യാൻ കഴിവ് തരുന്ന അല്ലെങ്കിൽ ശക്തി പകരുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഒരു ശക്തിയെ നിങ്ങൾ പുറത്തെടുക്കൂ, ആ ഒരു ആവേശത്തെ നിങ്ങൾ പുറത്തേക്ക് എടുക്കൂ. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതല്ലാതെ പേടിയെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ഫിയർ ആയിട്ട് ഉള്ളിലിരുന്ന് ഭീരുവിനെ പോലെ നടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭീരുവിനെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് തീരുമാനത്തിലെത്താൻ സാധിക്കില്ല. ഞാനൊരു ഭീരുവാണ്, ഇങ്ങനെ പറയണം, ഞാനൊരു ഭീരുവാണ്, എനിക്ക് ഫിയർ അനുഭവപ്പെടുന്നു. ഫിയർലെസ് ആയിട്ട് വരിക, പേടിയില്ലാത്ത ആളായിട്ട് നിങ്ങൾ മാറണം. എന്നാൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. ബുദ്ധിപൂർവം ചിന്തിച്ച് മുന്നോട്ട് വരാനും പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ്. ക്രിയേറ്റീവ് എനർജി നിങ്ങളിലുണ്ട്, ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. കണ്ടില്ലേ? ഇവിടെ ചക്രാസൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകും, ജ്ഞാനദൃഷ്ടി ഉണ്ടാകുന്നു. ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് നല്ല കഴിവിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. ദൈവികമായ ഒരു എനർജി എല്ലാവരുടെയും ഉള്ളിലുണ്ട്. മനസ്സിലായോ? നല്ലപോലെ പൊരുതി ജയിക്കാൻ പറ്റിയ ഒരു യോദ്ധാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ പുറത്തെടുക്കൂ. അതിനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഭീരുവായിട്ട് ചമഞ്ഞ് നടക്കുന്നത്. ഒരിക്കലും അത് പാടില്ല എന്നുള്ളതാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഇവിടെ അഡ്വഞ്ചറാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭീരുത്വം കളഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് അപകടകരമായ സാഹചര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. കണ്ടില്ലേ? എത്രമാത്രം അപകടമുണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടിയാണ് ഒരു പേടിയുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. എന്താണ്? അതിന് പേടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അല്ലെ? ഒന്നാമത് കുട്ടികൾക്ക് പേടി എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാണുന്നതെല്ലാം അവർക്ക് നല്ലതാണ് എന്നുള്ള തോന്നൽ, കാരണം കളങ്കമില്ല ഉള്ളിൽ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഭീരുത്വത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് വിധത്തിലുമുള്ള അപകടനിലയെയും തരണം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ദ ബർഡൻ ആണ് വന്നിരിക്കുന്നത്. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ഭാരത്തെ ഏറ്റെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വയം ഭാരമുണ്ട്. നിങ്ങളുടെ തോളിൽ ഒരു സഞ്ചി നിറയെ കാര്യങ്ങളുണ്ട് വഹിക്കാനായിട്ട്. എന്നിട്ട് അതുകൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെയും കൂടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ നടുവൊടിഞ്ഞ് താഴെ വീടും, അല്ലേ? കാരണം നിങ്ങൾക്കുള്ളതും സാധിക്കാൻ പറ്റാതെ പോകും. നിങ്ങൾക്ക് കെട്ടുകണക്കിന് പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം തീർക്കാമെന്ന് കരുതി നിങ്ങൾ ആരെയെങ്കിലും കാണാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു വ്യക്തി നിങ്ങളോട് വന്ന് പറയുകയാണ് അവരുടെ ഒരു പ്രോബ്ലം. നിങ്ങൾ അതിനെ കൂടെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാനത് ചെയ്യാം, അത് നോക്കിത്തരാം, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് എടുക്കുമ്പോൾ മറ്റൊരു വ്യക്തി വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങൾ അതും ഏറ്റെടുത്തു. എല്ലാവരുടെയും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ എവിടെയാണ് സോൾവ് ആക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആദ്യം തന്നെയും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ നോക്കിക്കണ്ട് നടത്തൂ. അവിടെ നിങ്ങൾ സക്സസ് കൊണ്ടുവരൂ.
ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വീട്ടിനുള്ളിലെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ, അവിടെ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫിനാൻസ് പരമായ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സ്നേഹപരമായ കാര്യങ്ങളുണ്ടോ, അവിടെ നിങ്ങൾ അതിനെ ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കൂ. എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? അല്ലാതെ ആവശ്യമില്ലാത്ത ഭാരം എല്ലാം കൂടി താങ്ങി നിങ്ങളുടെ നടുവൊടിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? മുഖംമൂടി അണിഞ്ഞ് പെരുമാറേണ്ട യാതൊരു ആവശ്യവുമില്ല. മുഖം മനസ്സിന്റെ കണ്ണാടിയല്ലേ. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളുടെ മുഖത്ത് പ്രതിഫലിക്കും. അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മറ്റൊരു മുഖംമൂടി എന്തിനാണ്? സ്നേഹമില്ലാതെ നമ്മൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് നടിച്ച് അവിടെ പല വിധത്തിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. ഉള്ളതുപോലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസമാധാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഒരു മുഖംമൂടിയുടെയും ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ ശുദ്ധതയോടുകൂടി മനസ്സിൽ നന്മ പുലർത്തുക, നന്മയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുക. നന്മ നിങ്ങൾ അങ്ങോട്ട് വിതച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ തിരിച്ചു കിട്ടും. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.